പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവം ഞങ്ങളെ സ്നാനത്തിലേക്ക് നടത്തിയ അനുഭവ സാക്ഷ്യമാണ് പ്രസ്താവിച്ചത്. അന്ന് സ്നാനക്കുളത്തിൽ വെച്ച് ഞാനൊരു പ്രാർത്ഥിച്ചിരുന്നു. ഈ സ്നാനം സത്യമാണെന്ന് എനിക്ക് ഒരിക്കൽ കൂടെ വിശ്വസിക്കുവാനും മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാനുമായി ഒരു അടയാളം ചോദിച്ചത് ഈ പ്രദേശത്ത് തന്നെ ഞങ്ങൾ തിരിച്ചു നിന്ന് ഈ ജോലിയിൽ കയറുവാൻ ഇടയാകണം. അത് ദൈവത്താൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അങ്ങനെ ആ പ്രാർത്ഥിച്ച അടയാളം ദൈവം എങ്ങനെ സാധ്യമാക്കി തന്നു എന്നാണ് ഇന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് ഡിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ അടുത്ത ആഴ്ച കമ്പനിയിൽ നിന്ന് സെറ്റിൽമെൻറ്റ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഹസ്ബൻഡ് സെറ്റിൽമെൻറ്റ് കളക്ട് ചെയ്യുവാനായി കമ്പനിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നീ ഒരാഴ്ചയും കൂടെ പോസ്റ്റ്പോൺ ചെയ്യുക, കാരണം ഞങ്ങൾക്ക് നിന്നെ ജോലിയിൽ വെക്കാൻ താല്പര്യമുണ്ട്. ഞങ്ങളൊരു ലെറ്റർ മെഡിക്കൽ കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ കമ്പനിയിൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തോളാം, ജോലിയിൽ വെക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ വെർബലി നോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഒരു റിട്ടേൺ ലെറ്ററിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ആ ലെറ്ററും കൂടെ കിട്ടിയിട്ട് സെറ്റിൽമെൻറ്റ് തന്ന് അയക്കാമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഹസ്ബൻഡ് തിരിച്ചു വീട്ടിൽ വന്നു. വീണ്ടും അടുത്ത ആഴ്ച ചെന്നപ്പോൾ പറഞ്ഞു, റിട്ടേൺ ലെറ്റർ ഞങ്ങൾക്ക് മടക്കി കിട്ടിയില്ല, ആ ഡോക്ടർ 2 ആഴ്ചത്തെ ലീവിന് എവിടെയോ പോയിരിക്കുന്നു, അതുകൊണ്ട് നീ 2 വീക്സും കൂടെ കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് തയ്യാറായി സാധനങ്ങളും പാക്ക് ചെയ്ത് കാർഗോയിൽ കുറച്ച് സാധനങ്ങളും വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അടുത്ത ആഴ്ച ഇനിയും ചെല്ലുമ്പോൾ അവരെന്തെങ്കിലും തടസ്സം പറഞ്ഞാൽ നമുക്കങ്ങ് പോകാൻ ഒരുങ്ങാം, കാരണം കുഞ്ഞുങ്ങളെ പിന്നെ വന്നിട്ട് സ്കൂളിൽ ചേർത്തുമില്ല. അതുകൊണ്ട് അങ്ങനെ പോകാൻ റെഡിയായി തീരുമാനം എടുത്തിട്ട് ഞങ്ങളൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കടന്നുപോയി. അവിടെ വെച്ച് ഞാൻ ജോലി ചെയ്തിരുന്ന ബഹ്റൈൻ ഫൈനാൻസിങ് കമ്പനിയുടെ ഓണറെ, എൻ്റെ ബോസിനെ വഴിയിൽ വെച്ച് കാണുവാനിടയായി. അദ്ദേഹം വലിയ അത്ഭുതത്തോടെ ചോദിച്ചു, നീ എന്നാണ് തിരിച്ചു വന്നത്, എന്താണ് ജോലിയിൽ പ്രവേശിക്കാഞ്ഞത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഹസ്ബൻഡിന് അദ്ദേഹത്തോട് ഞങ്ങളുടെ അനുഭവം പറയേണ്ടി വന്നു. രോഗത്താൽ ഡിപ്പോർട്ട് ചെയ്ത് പോവുകയാണ് എന്നറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്നെ കണ്ടിട്ട് അങ്ങനെ അസുഖമൊന്നും തോന്നുന്നില്ലല്ലോ, എന്തോ അയാൾക്ക് ഞങ്ങളോട് ദയനീയത തോന്നിയിട്ടാണോ? അദ്ദേഹം ചോദിച്ചു. ഞാനും കൂടെ വരാം, മെഡിക്കൽ കമ്മീഷണറെ നമുക്ക് പോയി കാണാമെന്ന് പറയുകയുണ്ടായി. അദ്ദേഹം അവിടുത്തെ ബഹ്റൈനീസ് സിറ്റിസണാണ്, എല്ലാവരും അറിയപ്പെടുന്ന ഒരു മാന്യ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം കൂടെ വന്നു. പിറ്റേ ദിവസം ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ ഒരു മീറ്റിങ്ങിലാണ്. സെക്രട്ടറി പറഞ്ഞു, ഡോക്ടർ ഒരു മീറ്റിങ്ങിലാണ് എന്ന് പറഞ്ഞപ്പോൾ പേര് പറഞ്ഞു, ഇന്ന ആൾ വിസിറ്റേഴ്സിൻ്റെ രജിസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ പേര് എഴുതി വെച്ചു. എന്നിട്ട് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ലക്കില്ല, അയാളെ കാണാൻ പറ്റിയില്ലല്ലോ. എന്നാൽ ആ ഡോക്ടറുടെ സെക്രട്ടറി പിന്നെ തിരിച്ചു വിളിക്കുമോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഡോക്ടറുടെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം സെക്രട്ടറി വിളിച്ച് ഡോക്ടറുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ബോസ് പറഞ്ഞു, ഇങ്ങനെ ഒരു പേഷ്യൻറ്റുമായിട്ട് വന്നതാണ്. അപ്പോൾ ഡോക്ടർ പിറ്റേ ദിവസം ചെല്ലാൻ അപ്പോയിൻമെൻറ്റ് കൊടുത്തു. അങ്ങനെ ഹസ്ബൻഡും ബോസിനെയും കൂട്ടി അവിടെ ഡോക്ടറെ കാണാൻ കടന്നു ചെന്നു. അപ്പോൾ ഡോക്ടറും ബഹ്റൈനിയ എൻ്റെ ബോസും കൂടെ അറബിയിൽ അവർ സംസാരിക്കുകയാണ്. അത് അദ്ദേഹം പറയുന്നത് രാജ്യത്തിൻ്റെ നിയമമാണ്, ഒരാൾക്കായിട്ട് മാറ്റാൻ പറ്റുകയില്ല എന്നൊക്കെ അത് പറയുമ്പോൾ, അറബി പറയുമ്പോൾ ഹസ്ബൻഡിന് കാര്യം മനസ്സിലായി. എന്നിട്ട് ഹസ്ബൻഡിനോട് തിരിഞ്ഞ് നിന്നിട്ട് പറഞ്ഞു, ഇത് രാജ്യത്തിൻ്റെ നിയമമാണ്, എനിക്കൊരാൾക്കായിട്ട് തീരുമാനം മാറ്റാൻ പറ്റുകയില്ല എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഡോണ്ട് വറി, ഞാൻ പോകാനായിട്ടെല്ലാം റെഡിയായി നിൽക്കുകയാണ്, കാർഗോയിലും സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏതായാലും നീ അടുത്ത ആഴ്ച പോകാൻ വരട്ടെ, എൻ്റെ സെക്രട്ടറിയിൽ നിന്നെ വിളിച്ച കാര്യം എന്താണെന്ന് പറയും, ഞാൻ ജൂനിയർ ഡോക്ടേഴ്സുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്ന് ഈ വിവരം പറഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വിശ്വസിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. പക്ഷേ മുമ്പോട്ട് വേറൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞു ഓൾറെഡി. അപ്പം ഞാൻ ഹസ്ബൻഡിന് ചോറ് വിളമ്പി വെച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് വെയിറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തെ ചോറിന് വിളിച്ചിട്ട് വെയിറ്റ് ചെയ്ത സമയം ഞാനൊന്ന്
ബെഡിലോട്ട് കിടന്നു. അല്പസമയം ഒന്ന് മയക്കത്തിൽ ഞാനൊരു സ്വപ്നം കാണുക. ആ സ്വപ്നത്തിൽ ഞാൻ കാണുന്നത്, ഞാനൊരു ബോട്ടിലിരിക്കുക. ആ ബോട്ടിലേക്ക് വളരെ വെള്ളം അടച്ച് കയറി മുങ്ങുമെന്നൊരു നിലയിലാണ്. ആ സമയത്ത് ഞാൻ ചെവിയിലൊരു ശബ്ദം കേൾക്കുകയാണ്, മകളെ, നീ വെള്ളത്തിൽ കൂടെ നടന്ന് മുങ്ങിപ്പോകയില്ല. വീണ്ടും ഞാൻ എന്നെ കാണുന്നത് വലിയൊരു ഹോളിൽ നിൽക്കുകയാണ്. ആ ഹോളിനകത്തേക്ക് മുകളിൽ തീ പിടിച്ചിട്ടുണ്ട്. അത് ആ ഹോളിൽ നിൽക്കുന്നവരുടെ ദേഹത്ത് വീഴുമെന്ന നിലയിലാണ്. ആ സമയത്ത് ഞാൻ ചെവിയിൽ ശബ്ദം കേൾക്കുന്നു. ഓഡിബിൾ വോയിസായിട്ടാണ് കേൾക്കുന്നത്, നീ തീയിൽ കൂടെ നടന്നാലും വെന്തു പോകുകയില്ല. ഇത് കാണുകയും വളരെ സമാധാനത്തോടെ ഞാൻ എഴുന്നേറ്റ് ഹസ്ബൻഡിനെ വിളിക്കാനായിട്ട് കടന്നുപോയി. എന്നിട്ട് എനിക്ക് ഭയങ്കര ഒരു പീസ്, അതുവരെ ഇല്ലാത്തൊരു വലിയ പീസ് ഉണ്ടായി. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് വിവരം പറയാൻ ചെന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, മെഡിക്കൽ കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ വന്നിരുന്നു, ഞാനത് അറ്റൻഡ് ചെയ്യുകയായിരുന്നു. അപ്പം ഞാൻ ഈ ദർശനം അതിന് മുമ്പേ പറഞ്ഞു, ഇങ്ങനെ ഒരു സമാധാനം എനിക്ക് കിട്ടി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അതായിരിക്കാം ഇപ്പോൾ മെഡിക്കൽ കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞത്, കമ്പനിയിൽ നിന്ന് കൊടുത്ത ലെറ്ററിന് മറുപടിയായിട്ട് ഒരു ലെറ്റർ ഡോക്ടറുടെ റെഡിയാക്കി തന്നിട്ടുണ്ട്, അത് കമ്പനിയിൽ വാങ്ങിയിട്ട് കമ്പനിയിൽ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഉച്ച കഴിഞ്ഞ് ചെന്നു മെഡിക്കൽ കമ്മീഷണറുടെ സെക്രട്ടറിയിൽ നിന്ന് ആ ലെറ്റർ വാങ്ങി. അത് ലെറ്റർ ഓപ്പൺ ലെറ്ററായിട്ടാണ് ഹസ്ബൻഡ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊണ്ട് കമ്പനിയെ കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചത്. അപ്പോൾ നമുക്ക് ആ വിഷയം, എഴുതിയിരിക്കുന്ന വിഷയം എന്താണെന്നും കൂടെ മനസ്സിലാക്കുവാൻ, ആ ഒരു സമാധാനം പ്രാപിക്കാനും ദൈവം ഇടയാക്കി. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, കമ്പനി ആളിനെ റിക്വസ്റ്റ് ചെയ്ത് ജോലിയിൽ വെക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ മറുപടിയായിട്ട് വി ഹാവ് നോ ഒബ്ജെക്ഷൻ ടു കീപ് ഹിം ഓൺ ദിസ് ഐലൻഡ് എന്ന് പറഞ്ഞ് ജോലിയിൽ പ്രവേശിപ്പിക്കുവാൻ അനുമതി കൊടുത്തുകൊണ്ടുള്ള ഒരു ലെറ്ററായിരുന്നു. അത് കണ്ടിട്ട് വളരെ ധൈര്യത്തെ സ്തുതിക്കുവാനിടയായി. അത് കമ്പനിയിൽ കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ഫോൺ കോൾ വന്ന് ജോലിയിൽ ജോയിൻ ചെയ്യാൻ. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ച അടയാളം ദൈവം സാധ്യമാക്കി തന്നു. ഞാൻ ചോദിച്ച അടയാളം എന്തായിരുന്നു? ഞങ്ങൾ ഈ പ്രദേശത്ത് തന്നെ നിന്ന് ഈ ജോലിയിൽ പ്രവേശിക്കുവാൻ ദൈവം ഇടയാക്കണം. അങ്ങനെ ആ അടയാളം ദൈവം സാധ്യമാക്കി തന്നു. അന്ന് എനിക്ക് ദർശനത്തിൽ കൂടെ ആ ഇടപെട്ട വചനം ഞാനൊന്ന് വായിക്കട്ടെ. അത് യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായം 2-ാം വാക്യമാണ്. എനിക്ക് അന്ന് ഇത് കേൾക്കുമ്പോൾ, ആ ദർശനത്തിൽ ആ ദൈവവചനം കേൾക്കുമ്പോൾ ഇത് ബൈബിളിലെ വചനമാണെന്ന് പോലും എനിക്കറിയില്ല. എന്നാൽ പിന്നീട് വളരെ ആർത്തിയോടെ ബൈബിൾ വായിച്ച സമയത്ത് കാണുന്നതാണ്. ഒരു 2 മാസം കഴിഞ്ഞാണ് ആ വചനം കാണുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായം 2-ാം വാക്യം. അവിടെ വായിക്കുന്നു, ഭയപ്പെടേണ്ട, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. പുഴുവായ യാക്കോബിനെ ഇസ്രായേൽ രാഷ്ട്രമായി ഉയർത്തിയ ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്ത വചനമാണ് എനിക്ക് ദർശനത്തിൽ ദൈവം കാണിച്ചു തന്നത്. എന്ന് വെച്ചാൽ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവം അനുവദിക്കാതെ ഒരു വിഷയത്തിനും നമ്മെ മുക്കിക്കളയുവാൻ കഴിയുകയില്ല. അങ്ങനെ ആ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഓർഡറും കമ്പനിയിൽ നിന്ന് ലഭിച്ചു. അദ്ദേഹം തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചു. ഇവിടെ പറയുവാനുള്ളത്, ഞങ്ങൾ ആരുടെയും അടുക്കൽ പോയി സഹായം അപേക്ഷിച്ചില്ല. യാദൃച്ഛിക ആ ദൈവദൂതനെ പോലെ ഞങ്ങളുടെ ബോസിനെ വഴിയിൽ വെച്ച് കാണുകയായിരുന്നു. അയാളോട് അങ്ങോട്ട് സഹായം ആവശ്യപ്പെടാതെ തന്നെ അയാൾ ഇങ്ങോട്ട് പറയുകയായിരുന്നു, നമുക്ക് മെഡിക്കൽ കമ്മീഷണറെ പോയി കാണാം. ഇതെല്ലാം ദൈവത്താൽ സംഭവിച്ചു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയത്. പിന്നെ ഞങ്ങൾ കാർഗോയിൽ പോയി സാധനങ്ങളൊക്കെ തിരികെ എടുക്കുകയായിരുന്നു ജോലി പ്രവേശിക്കുന്നതിന് മുമ്പ്. അന്ന് കാർഗോയിൽ നിന്ന് സാധനം എടുത്ത് പോരുമ്പോൾ ഹൃദയത്തിൽ പാടിയ ഒരു പാട്ടാണ്, യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ അവൻ മതിയായവൻ. അതെ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ നമ്മെ സഹായിക്കുവാനായി കർത്താവ് ഇറങ്ങി വരും. സ്നാനം സത്യമാണ് എന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വസിക്കുവാൻ അതുകൊണ്ട് സാധിച്ചു. ആ അടയാളം ദൈവം സാധ്യമാക്കി തന്നു. യോഹന്നാൻ്റെ കൈക്കീഴിൽ യേശു സ്നാനമേറ്റ ഉടനെ ആത്മാവ് പ്രാവുന്ന രൂപത്തിൽ ഇറങ്ങി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം കേൾക്കുവാൻ ഇടയായി.
ആയതുപോലെ ക്രിസ്തുവിനോട് ചേരുവാൻ ഞങ്ങൾ സ്നാനമേറ്റത് ദൈവത്തിന് പ്രസാദമായിരിക്കുന്നു എന്ന് എനിക്ക് ഈ അടയാളം ദൈവം സാധ്യമാക്കി തന്നതുകൊണ്ട് വിശ്വസിക്കുവാൻ ഇടയായി. ഇനി തുടർന്നുള്ള എപ്പിസോഡിൽ ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച അനുഭവ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. മിസ് ചെയ്യാതെ അടുത്ത എപ്പിസോഡും കാണുവാൻ ശ്രമിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.